പൊതുവായിട്ട് വരുന്ന സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് കോഴ്സിൽ പഠിപ്പിക്കുന്നത്, നമ്മൾ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള കംപ്ലീറ്റ്ലി ഒരു ബിഗിനർ ഫ്രണ്ട്ലി കോഴ്സ് അല്ല ഇത്. എങ്കിൽ കൂടി നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. മാർക്കറ്റിൽ ആ ഒരു കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ മാർക്കറ്റ് സെന്റിമെന്റ്സ് എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്, റിസ്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ടെക്നിക്കൽ അനലൈസ്, എവിടെയാണ് എൻട്രി എടുക്കേണ്ടത്, ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതിനെ മാക്സിമം നമുക്ക് എങ്ങനെയാണ് റൈഡ് ചെയ്യാനായിട്ട് സാധിക്കുക, റിസ്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ കോഴ്സിൽ പൊതുവെ പഠിപ്പിക്കുന്നത്. പൊതുവെ ആളുകളുടെ പ്രശ്നം എന്ന് പറയുന്നത് എൻട്രി എടുക്കാൻ അറിയാം, പക്ഷേ എവിടെയാണ് എക്സിറ്റ് ആകേണ്ടത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു ധാരണയില്ല. അത് സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും ടാർഗറ്റ് ആണെങ്കിലും എവിടെയാണ് എക്സിറ്റ് ആകേണ്ടത്, ഇതിനൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ഇല്ല. നമുക്കൊരു ട്രേഡ് ചെയ്യണമെങ്കിൽ പ്രൂവൺ ആയിട്ടൊരു സിസ്റ്റം വേണം. ആ സിസ്റ്റം ഒരു റൂൾ ബേസ്ഡ് സിസ്റ്റം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് തോന്നിയ വഴി ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂജ് ലോസ് ഉണ്ടാവും. പിന്നെ സ്വിംഗ് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് പലരും. ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് സ്വിംഗ് ട്രേഡ്, പൊസിഷൻ, ഇൻട്രാഡേ, ഈ 3 മെത്തേഡും അതിപ്പോൾ ക്രിപ്റ്റോ മാർക്കറ്റ് ആണെങ്കിലും ഫോറക്സ് ആണെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഓപ്ഷൻ ചെയ്യാം, പക്ഷേ ഓപ്ഷൻ ചെയ്യുന്നതിനോട് ഞാൻ അത്ര യോജിക്കുന്നില്ല. നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ ഒരിക്കലും ഓപ്ഷൻസ് ചെയ്യാതിരിക്കുക. യൂട്യൂബിലും അവിടെ ഇവിടെ കാണുന്ന ഹ്യൂജ് പ്രോഫിറ്റിൻ്റെ സ്ക്രീൻഷോട്ട് കണ്ടിട്ട് നിങ്ങൾ ഓപ്ഷൻ ചെയ്യാനായിട്ട് നിൽക്കരുത്. അവർക്ക് നല്ല എക്സ്പീരിയൻസും അവർക്ക് അത്രയും ഫണ്ടിങ് ഉണ്ടാവും. 1000 10,000 വെച്ചിട്ടൊക്കെ നിങ്ങൾ ഓപ്ഷനൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും പ്രോഫിറ്റ് ആകാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ളവർ നമ്മുടെ കോഴ്സും അറ്റൻഡ് ചെയ്യണമെന്നില്ല. കൃത്യമായ സ്റ്റഡി പർപ്പസ് പഠിക്കാൻ വേണ്ടിയുള്ളവർ മാത്രം നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ മതി. അല്ലാത്തവർ അറ്റൻഡ് ചെയ്തിട്ട് അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രയോജനവും നമ്മുടെ കോഴ്സിൽ നിന്നുകൊണ്ട് ഉണ്ടാകില്ല. ട്രേഡിംഗ് എന്ന സ്കില്ല് പഠിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയോജനം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഇല്ല.